ചേട്ടൻ എന്താ ഇത്രയും വൈകിയത്? പോയ കാര്യം നടക്കണ്ട. എന്താണ് അവിടെ ആളുമകളൊക്കെ? ഒന്നും പറയണ്ട ചേട്ടാ, ആകെ പ്രശ്ന. എന്ത് പ്രശ്നം? അവിടുത്തെ മേനോ സാറിനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ല. കാണാനില്ലേ? ആ, അന്ന് രാത്രി ഇവിടെ വന്നില്ലേ? പിറ്റേന്ന് കാലത്ത് കല്യാണ മണ്ഡപവും ഹോട്ടലോ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഗുരുവായൂർക്ക് പോയതാ. ദിവസം 10 കഴിഞ്ഞു, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ആരോടും ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല, ഒരു എഴുത്ത് എഴുതി വെച്ചിട്ടില്ല. എവിടെ പോയെന്ന് ആർക്കും ഒരു വിവരമില്ല. മക്കളോ വയസ്സിനോ ഒക്കെ കരച്ചിൽ തന്നെ കരച്ചില്. കല്യാണം മുടങ്ങിയതിന്റെ വിഷമം സഹിക്കാൻ വയ്യാണ്ട് നാടുവിട്ടതാവുമെന്നാ പറയുന്നത്. എന്തായാലും കഷ്ടമായിപ്പോയി. ഞാൻ പെട്ടെന്ന് കുളിച്ചേക്കാം. അപ്പോഴേക്കും നീ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കും. പാക്ക് ചെയ്യാനോ? എന്തിന്? നമുക്കിപ്പോ തന്നെ സ്ഥലം വിടാം. പഴയതുപോലെ ടൗണിൽ എവിടെയെങ്കിലും ലോഡ്ജിലേക്ക് മാറാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എടാ കഴുതേ, അവിടെ ഒരാളെ കാണാതിരിക്കുക. ഇനി പോലീസ് വരും, പത്രക്കാർ വരും, അവരൊരു 100,000 ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് എന്തിനായി പൊല്ലാപ്പൊക്കെ? നല്ല ബെസ്റ്റ് ബുദ്ധി. എന്തേ? ഹൗസ് ഓണറെ കാണാതായി. ഇടക്കാലത്ത് താമസിക്കാൻ വന്ന വാടകക്കാർ പെട്ടെന്ന് മുങ്ങി. നമ്മൾ രണ്ടാളകത്താവാൻ പിന്നെ ഒരു കാരണവും വേണ്ട. പത്രത്തിലൊക്കെ പടവും വരും. ശേഖരമേനോന്റെ തിരോധാനം, കോൺട്രാക്ടറും സഹായിയും അറസ്റ്റിൽ. നീ വെറുതെ പേടിപ്പിക്കാനാ? ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, കുളിച്ചിട്ട് അവിടെ വരെ ഒന്ന് പോയി അവരെ ഒന്ന് സമാധാനിപ്പിക്കും. അതിലുണ്ടല്ലോ പ്രശ്നം. അതിലെന്താ പ്രശ്നം? എടാ നിനക്ക് അറിഞ്ഞൂടെ, ആരുടെയെങ്കിലും സങ്കടം കണ്ടാൽ അല്ലെങ്കിൽ ആരെങ്കിലും കരയുന്നത് കണ്ടാൽ ഒരു കാര്യമില്ലാതെ എന്റെ കണ്ണു നിറയും. കാണുന്നവർ വിചാരിക്കും ഭയങ്കര ഫീലിംഗ് ആണെന്ന്. ഒരു ഫീലിംഗും ഇല്ല, പക്ഷെ കണ്ണു നിറയും. കണ്ണ് നിറഞ്ഞോട്ടെ, ഫീലിംഗ് ഇല്ലല്ലോ. ചേട്ടൻ എന്തായാലും അവരെ പോയി ഒന്ന് കാണണം. ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്നപ്പോഴാണ് വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ബന്ധുക്കളുടെ വീടുകളിലൊക്കെ അറിയാവുന്നിടത്തൊക്കെ നോക്കി, അവിടെ എങ്ങും ചെന്നിട്ടില്ല. വല്ലാത്ത മനപ്രയാസം ഉണ്ടായിരുന്നല്ലോ. അത് മാറുന്നവരെ ഒന്ന് വിട്ടു നിൽക്കാന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയും മക്കളെയും വിട്ടു നിന്ന മനസ്സമാധാനം ഉണ്ടാവും അവന്. വരും, അധികം താമസിയാതെ വരും. ഗോപി എന്ന ക്ലാസ്സിൽ പോയില്ലേ? ഇല്ല. എന്താ, പ്രീ ഡിഗ്രിക്ക് നമുക്ക് റാങ്ക് വാങ്ങിക്കണ്ടേ? അച്ഛൻ വരുമ്പോ ഞാനിവിടെ ഇല്ലെങ്കിൽ എനിക്കും വിഷമാവും, അച്ഛനും വിഷമാവും. ഇന്നലെയും കൂടി ഞാൻ സ്വപ്നം കണ്ടു, കുട്ടൂസെന്ന് വിളിച്ചോണ്ട് എന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് കൈനിറച്ച ചോക്ലേറ്റും ലഡുവും ഒക്കെ തരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് വർക്ക് സൈറ്റിലൊന്ന് പോണം, പിന്നെ വരാം. ഇവിടെ പറയൂ താനിങ്ങ് നോക്കി. അങ്ങനെയല്ല കറക്കുന്നേ. ഒന്നുകിൽ ദേ 2 വിരൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബലത്തിൽ, അല്ലെങ്കിൽ ദേ ഇങ്ങനെ പിടിച്ചിട്ട് മ്യാവ് മ്യാവ് പിഴിഞ്ഞെടുക്കുന്ന പോലെ. എന്നിട്ടും അഥവാ പാല് വരുന്നില്ലെങ്കിൽ താനിങ്ങ് മാറിക്ക്, മറിയുന്നേ. ഇത് കണ്ടോ, ഈ മുലക്കടിയിൽ ഇങ്ങനെ 1, 2, 3 പ്രാവശ്യം ഇടിച്ചു കൊടുത്താലുണ്ടല്ലോ ചുരുത്തും. എങ്ങനെ ഇടിച്ചു കൊടുത്താലും 1.5 ലിറ്ററിൽ കൂടുതൽ പാല് ഈ പശുവിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തങ്കപ്പന്റെ പരാതി കറക്റ്റാ സാറേ. പാല് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ദേവകിയമ്മ പറ്റിച്ചതാ. പറയാറായിട്ടില്ല പറയസേ. നല്ല കപ്പലണ്ടി പിണ്ണാക്കും പരുത്തിക്കുരുവും കൊടുത്ത് 2 ദിവസം ഇവളെ നമുക്ക് നിരീക്ഷിക്കാം. എന്നിട്ടും പാല് കൂടുതൽ തരുന്നില്ല എങ്കിൽ നടപടി എടുത്തു. ആ, താനൊന്ന് കറന്നേ. കറക്ക്. ഏതോ വിരലൊക്കെ ഇച്ചിരി വേദനയ്ക്ക് നല്ല ബലത്തിൽ കറക്ക്. കണ്ടോ, ഇപ്പൊ പാല് വരുന്ന കണ്ടോ? ആ സാർ, ഓ, ആ പരാതിക്കാരെ സാറിനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. എടോ, ഞാൻ വേറൊരു പരാതി നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് തനിക്ക് കണ്ടാ മനസ്സിലാവില്ലേ? എനിക്ക് മനസ്സിലായി, പക്ഷെ അവർക്ക് മനസ്സിലാവണം. നാശം. അങ്ങനെ നിശ്ചയിച്ച കല്യാണം മുടങ്ങിയതോടുകൂടി ബുക്ക് ചെയ്ത മണ്ഡപവും ഹോട്ടൽ മുറികളും ക്യാൻസൽ ചെയ്യാൻ ശേഖരമേനോൻ ഗുരുവായൂർക്ക് പോയതാണ്. രാത്രിയായിട്ടും തിരിച്ചു വരാതായപ്പോൾ ബസ് കിട്ടാനിട്ടാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ. ഹലോ, അതെ, എസ് ഐ തന്നെയാ സംസാരിക്കുന്നേ. ഡെഡ് ബോഡി കിട്ടിയെന്നോ? എവിടെ വെച്ചാ കണ്ടത്? വേണ്ട വേണ്ട വേണ്ട, തൽക്കാലം മോർച്ചറിൽ തന്നെ കിടക്കട്ടെ. ശരി ശരി, ഏർപ്പാട് ചെയ്യാം. ബോഡി ഐഡന്റിഫൈ ചെയ്യാനുള്ള സുകുമാരമുള്ള സ്വാമി മുളങ്കാവിൽ എസ് ഐ വിളിച്ചത്. അവിടുത്തെ ഏതോ തോട്ടിന്ന് ഡെഡ് ബോഡി കിട്ടിയെന്ന്. ആരുടെയാണ് സാർ? ആ കോട്ടൂരിലെ തല്ലുകേസിൽപ്പെട്ട് വെള്ളത്തിൽ ചാടി പയ്യനില്ലേ, അവന്റെ. ഓ, അത് ശരി. ഏതെങ്കിലും സുഹൃത്തുക്കളെ കാണാൻ പോയതാണെന്നോ മാത്രമേ കരുതിയുള്ളൂ. ഗുരുവായൂർക്ക് പോയ ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല. നിർത്ത്. വെള്ളത്തിൽ ചാടി ചെറുക്കന്റെ കാര്യത്തിൽ ശേഖരമേനോൻ എങ്ങനെയാണോ കയറി വന്നത്? സാർ, ഇത് ഇവരുടെ പരാതിയാണ്. മനസ്സിലായി. ആ
ശേഖരമേനോൻ പിന്നീട് തിരിച്ചു വന്നില്ല, അത്രയല്ലേ ഉള്ളൂ. ഡെഡ് ബോഡിയായി തിരിച്ചു വന്നവന്റെ കാര്യം ആദ്യം നോക്കട്ടെ. ഞാനും കുട്ടികളും മാത്രമാണ് വീട്ടില്. ഇവിടുന്ന് കാര്യമായിട്ടൊന്ന് ശ്രമിച്ചാ. ശ്രമിക്കില്ല എന്ന് പറഞ്ഞില്ലല്ലോ. വരട്ടെ, നോക്കാം. ചേട്ടാ ഇവിടെ പോലീസൊക്കെ വന്നിരിക്കുന്നു. പോലീസോ? നീ ഒന്ന് തേക്ക്, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. ചേട്ടൻ ഇപ്പൊ പോണ്ട, വെറുതെ എന്തിനാ നമ്മള്. സാരല്ല, എന്തായെന്ന് അറിയാലോ. ഒരാളെ കാണാതായിട്ട് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും ദിവസം താമസിച്ചെന്താ? ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. വരില്ല എന്ന് ഉറപ്പായപ്പോഴാ പരാതി തന്നത്, അല്ലേ മാമ? ശേഖരമേനോൻ എത്ര മക്കളുണ്ട്? ഈ കാണുന്ന 3 മാത്രം. വേറെ ബന്ധം വല്ലതും ഉണ്ടായിരുന്നു? അതായത് രണ്ടാം ഭാര്യ, വെപ്പാട്ടി, അങ്ങനെ എന്തെങ്കിലും? അയ്യയ്യയ്യേ, ഞങ്ങൾ നല്ല അസല് തറവാട്ടുകാരാ. നീ മറിയിക്കേ. എന്തേ? താനാരാ? അത് വരെ മനസ്സിലായില്ലേ? എന്റെ പേര് പങ്കുണ്ണി മേനോൻ. മെയിൻ ബിസിനസ് അടക്ക കച്ചവടം, ചാണകച്ചവടം. ഇത് സുഭദ്രന്റെ വീട്, ഇതെന്റെ വീട്, ഇതെന്റെ വീട്. ഇടയ്ക്കേറി സംസാരിക്കാൻ താനാരോടോ? മാമ. മാമ. ആരെങ്കിലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ വെല്ലുവിളിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അയാൾ എങ്ങോട്ട് പോയി? അതാണല്ലോ നമ്മളോട് അവരെ അന്വേഷിക്കാൻ പറഞ്ഞത്. കല്യാണം മുടങ്ങിയത് നിങ്ങളുടെയാണോ? അതെ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കല്യാണം മുടങ്ങി പോകണമെങ്കിൽ കാരണം എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അച്ഛൻ ഇഷ്ടമില്ലാത്ത പ്രണയബന്ധം വല്ലതും ഉണ്ടായിരുന്നോ? ഇല്ല. പ്രണയിച്ചിട്ടേ ഇല്ല? വർഗീസേ, സാർ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഒന്ന് വരൂ. കാണരുതാത്ത ചുറ്റുപാടിൽ നിങ്ങളെ ആരെങ്കിലും അച്ഛൻ കാണാൻ ഇടയാവുകയോ അതിൽ മനം നൊന്ന് നാടുവിടാൻ തോന്നുകയോ അങ്ങനെ വല്ലതും? സത്യം പറയണം. കുറെ കൂടെ മര്യാദയാവാൻ സംസാരത്തില്. സാർ, ഇതൊരു കുറ്റവാളിയുടെ വീടല്ല. ജീവന് തുല്യം അവർ സ്നേഹിക്കുന്ന അവരുടെ അച്ഛനെയാണ് കാണാതായിരിക്കുന്നത്. നിയമത്തിന്റെ വഴിയിലൂടെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിന് പകരം വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കൂടുതൽ വേദനിപ്പിക്കുകയാണോ വേണ്ടത്? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സേവകനായിരിക്കണം, സുഹൃത്തായിരിക്കണം, ശവത്തിൽ കുത്തുന്നവനായിരിക്കരുത്. സോറി സർ. വർഗീസേ, സാർ, നമ്മൾ ഇപ്പൊ വന്നത് ആ ശേഖരമേനോന്റെ കേസ് അന്വേഷിക്കാൻ. അതല്ലടോ. പിന്നെ അയാൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലേ? ഉണ്ടോ? ഉണ്ട്. ശരിയാ, അക്ഷരം പ്രതി ശരിയാ, കാര്യമുണ്ട്. താൻ ജയിപ്പിക്കാറ്. ശരി സാർ. ശേഖരേട്ടന്റെ വല്ല വിവരമുണ്ടോ മൂത്താരെ? ഒന്നുമില്ല. മഴ മൂപ്പരെ കാത്തേക്കില്ല കേട്ടോ. മരുന്നടിയും വളവടലും ഇപ്പൊ ചെയ്തില്ലെങ്കിലേ കൊയ്യാൻ പിന്നെ കള മാത്രമേ ബാക്കി ഉണ്ടാവൂ. ഉവ്വ്, ചെയ്യാം, ചെയ്യണം. എന്താ ഇപ്പൊ ചെയ്യാ? വിള നശിച്ചു പോവില്ലോ മോളെ. ആരോട് കടം വാങ്ങിയ ശീലവുമില്ല. ഗോപികയുടെ ഫീസും കൊടുത്തിട്ടില്ല. പലചരക്ക് കടയിലാണെങ്കിൽ കാശ് ഒരുപാടായി. പിന്നെ പാല്, പേപ്പറ്. എന്റെ ഫീസൊന്നും സാരില്ല ചേച്ചി. തൽക്കാലം കോളേജിൽ പോയില്ലാന്ന് വെച്ച് ഒന്നും വരാനില്ല. ആരാ പറഞ്ഞേ ഒന്നും വരാനില്ലെന്ന്? അച്ഛന്റെ പെട്ടിന്ന് ഒപ്പിട്ടൊരു ചെക്ക് ലീഫ് കിട്ടി മുത്തച്ഛ. ബാങ്കിൽ പോയി നോക്കിയാലോ എന്ന് ആലോചിക്കുക. എങ്കിൽ മുത്തശ്ശൻ പോവാൻ മോളെ. അത് ചെക്ക് ലീഫിൽ തുക എഴുതിയിട്ടില്ലല്ലോ. അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് ചോദിച്ചിട്ട് വേണം തുക എഴുതാൻ. ഞാൻ പോന്നാ നല്ലത്. മുത്തശ്ശന് സങ്കടാവില്ലേ നീ കോളേജിൽ പോണില്ല എന്നൊക്കെ പറഞ്ഞ? അങ്ങനെയൊന്നും ചിന്തിക്കേ വേണ്ട. ഞാൻ ഇട്ടിരിക്കുന്ന ഈ കമ്മലും വളയും ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും നിന്റെ പഠിത്തത്തെക്കാൾ വലുതല്ല. അച്ഛൻ വരുമ്പോ എന്നോടാ ചോദിക്ക. ഈ ചെക്ക് ക്യാഷ് ചെയ്യാൻ പറ്റില്ല. അതെന്താ? മിസ്റ്റർ ശേഖരമേനോൻ മിസ്സിംഗ് ആയതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഒക്കെ മരവിപ്പിച്ചിരിക്കുക. പോലീസ് കേസ് ആയതല്ലേ. ഇത് അച്ഛൻ തന്നെ ഒപ്പിട്ട ലീഫാണല്ലോ. ശരിയാണ്, പക്ഷെ ഡേറ്റ് ഇന്നത്തെ അല്ലേ. ഇത്രയും ദിവസം മുമ്പ് കാണാതായ ശേഖരമേനോൻ ഇന്നത്തെ ഡേറ്റിൽ എങ്ങനെ ഒപ്പിടുമെന്നാണ് മാനേജർ ചോദിക്കുന്നത്. ഒന്ന് സഹായിക്കാൻ പറ്റുമോന്ന് ചോദിക്കൂ. ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ശരിയാണ്, പക്ഷേ നിയമപ്രകാരം ഈ അക്കൗണ്ട് ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല.
രാമനെ വേറിട്ടു ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുന്നതില്ലെന്നു നിർണയം എന്നതു കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിടിനാരം നേരം വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു. രാമ 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 രാമ. എന്താ അവിടെ തന്നെ നിന്നത്? കേറിയിരിക്കൂ, വരൂ, ഇങ്ങോട്ട് ഇരിക്കൂ. അല്ല, ഞാൻ ഇറങ്ങ. പിന്നെ കഴിഞ്ഞ മാസം സിമന്റ് വന്നപ്പോ ഞാൻ കുറച്ച് കാശ് മേനോൻ സാറിന്റെ അടുത്ത് വാങ്ങിയിരുന്നു. അത് തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാ പണം കയ്യിൽ വന്നത്. എന്നാ പിന്നെ അതിവിടെ ഏൽപ്പിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. അത് മോളുടെ കയ്യിൽ കൊടുത്താൽ മതി. മോളെ അല്ല, പറഞ്ഞാ മതി. ഞാൻ പിന്നെ വരാം. ആ മതി. ഇതിലേക്ക് നനയ്ക്കുന്നത് പോരാട്ടോ. നന്നായിട്ട് കാണിക്കുന്നുണ്ട് മാഡം. ബാലു, ബാലു, ബാല് കരിക്കൊണ്ടേ പൈസ. എടാ ഇവിടേക്കൊന്ന് ശരിക്കും നനച്ചുകൂടെ? എന്നോട് സിമെന്റ് കൊണ്ടല്ലേ സാർ പറഞ്ഞത്? നീ വേറെ ഒന്നും ചെയ്യണ്ട, നന മാത്രം മതി. ഒന്നുകൂടെ നനയ്ക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് മാഡം. ചെക്ക് കിട്ടിയില്ലേ? കിട്ടി. അതിന് മാഡത്തിനോട് നന്ദി പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. മാഡം ഒരാളുള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര എളുപ്പം നടന്നത്. പക്ഷേ ഈ നാൽക്കാലികൾക്ക് വിശപ്പിനെ പറ്റി മാത്രമേ വിചാരമുള്ളൂ എന്ന് പറഞ്ഞ പോലെ എന്റെ സ്ഥിതി. അതെന്താ? ചെക്ക് കിട്ടലും മാറലും തീരലും ഒപ്പം കഴിഞ്ഞു. അടുത്ത ബില്ല് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊടുത്തേക്കോ, ഞാനായിട്ട് ഡിലേ ഇല്ല. താങ്ക് യു. തിരുവനന്തപുരത്ത് ചെന്നിട്ട് എന്റെ ചേട്ടനെ വിളിക്കാൻ മിസ്റ്റർ ഹരീന്ദ്രൻ മറന്നു അല്ലേ? ചേട്ടൻ ഹരിയുടെ കോളും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മറന്നതല്ല, മനഃപൂർവ്വം വിളിക്കാഞ്ഞതാ. ഒന്നാമത് ചേട്ടനോട് പറയാൻ മാത്രം എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. മാരൻ ഡിപ്പാർട്ട്മെന്റ് എഞ്ചിനീയർ, നമ്മൾ തമ്മിൽ ഒരുപാട് അകലമുണ്ട്. തന്നെയുമല്ല, മാഡത്തിന്റെ ചേട്ടൻ എന്നെ ഹോട്ടലിൽ വന്ന് കാണുക എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി അഴിമതിയെന്നും കൈക്കൂലിന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ. എല്ലാം കൂടെ ആലോചിച്ചപ്പോ നമ്മളിങ്ങനെ എഞ്ചിനീയറും ഒരു സാധാ കോൺട്രാക്ടറായിട്ട് നിന്നാ മതിയെന്ന് തോന്നുന്നു. അതിനും ഇനി ബുദ്ധിമുട്ടാണ്. ട്രാൻസ്ഫറിനുള്ള പ്രഷർ തുടങ്ങിയിട്ട് കുറെ നാളായിരുന്നു. ഈ നാട്ടിൽ നിന്ന് പോകാൻ വെറുതെ ഒരു മടി. ഇന്നലെ ഞാൻ തീരുമാനിച്ചു, പോയിക്കളയാം. എപ്പോഴായാലും പോകേണ്ടതല്ലേ. ചിലപ്പോ ഇനിയൊരു യാത്ര പറയാൻ പറ്റിയെന്ന് വരില്ല. എന്റെ ഹൗസ് ഓണറിന്റെ മോളാണ് ദേവിക അല്ലേ? അതെ. ബാലു പറഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറാണ്. ഹലോ, കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. വരട്ടെ. എന്താ വിശേഷിച്ച്? രാവിലെ കാണാന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. അതെ, ഇന്ന് നേരത്തെ പോന്നു. ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ മുത്തശ്ശനെ ഏൽപ്പിച്ചതാ. നിങ്ങൾ അച്ഛൻ്റെന്ന് വാങ്ങിയതാന്നല്ലേ പറഞ്ഞത്? അച്ഛൻ വരുമ്പോ കൊടുത്താ മതി. അല്ല, ഇതവിടെ ഇരുന്നോട്ടെ. വേണ്ട. ഒന്നാമത് കോൺട്രാക്ടർ എന്തെങ്കിലും തരാനുണ്ടെന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കടം കൊടുക്കാനുള്ളതായാലും കിട്ടാനുള്ളതായാലും സാധാരണ പറയാറുണ്ട്. ഇത് മറന്നാവും ചിലപ്പോ. സാരമില്ല. ഏതായാലും ഞങ്ങൾ ഇത് വാങ്ങാൻ പാടില്ല. പിന്നെ അടുത്ത മാസത്തെ വാടക കുറച്ച് നേരത്തെ കിട്ടിയാ കൊള്ളായിരുന്നു. വരട്ടെ. മോളെ, മോൾ. അച്ഛാ,
നേരത്തെ ഇവിടെ എങ്ങനെ നിൽക്കണേ? ശേഖരൻ വന്ന പോലെ ഒരു തോന്നൽ. അവന്റെ ശബ്ദം ഞാൻ ശരിക്കും കേട്ടു. സ്വപ്നം കണ്ടതാവും. മഞ്ഞുണ്ട്, പോയി കിടന്നോളൂ. ഇത്രയും ദിവസം ഞങ്ങളെ ഒന്നും കാണാണ്ടിരിക്കുക അവന് പറ്റില്ല. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എന്റെ മനസ്സ് പറയണു. ഒക്കെ തോന്നലാണ്. തോന്നലാവട്ടെ. ഈശ്വര, മുത്തശ്ശ, മുത്തശ്ശ, ഈ സർക്കിൾ ഇൻസ്പെക്ടർ സച്ചിദാനന്ദന്റെ ക്വാർട്ടേഴ്സ് എവിടെയാ? ആരാ? ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താ. ഈ നേരത്താണോ സുഹൃത്തിനെ കാണാൻ വരുന്നത്? നേരം വെളുത്തിട്ടില്ലല്ലോ. പുലർച്ചെ വണ്ടിക്കാ വന്നത്. സച്ചിദാനന്ദ് സാർ സസ്പെൻഷനില്ല. ക്വാർട്ടേഴ്സ് ഒക്കെ വിട്ടപ്പോ ലോഡ്ജിലാ താമസം. അയ്യോ, എന്താ കാര്യം? DYSP ആയിട്ട് ഉടക്ക്. ഒരു മാപ്പ് എഴുതി കൊടുത്താ തീരുന്നേ ഉള്ളു പ്രശ്നം. പക്ഷെ സച്ചിദാനന്ദ് സാറല്ലേ ഭയങ്കര പിടിവാശിയില്ല. അല്ല, ഇപ്പൊ ഒന്ന് കാണണമെങ്കിൽ ലോഡ്ജ് ഇവിടെ അടുത്താ. പാലസ് ലോഡ്ജ്, റൂം നമ്പർ 18. സച്ചി, സച്ചി, അരി നീയോ? എന്താ നീ കാണിച്ചത്? കാണിച്ചത് ഇടിയാ. എന്തിനാ നീ എന്നെ അടിച്ചതെന്ന്? അല്ല, നീയാണെന്ന് ഞാൻ അറിഞ്ഞു. എന്റെ ശബ്ദം നീ തിരിച്ചെടുത്തില്ലേ? ശബ്ദം തിരിച്ചറിയാൻ നീ യേശുവാസം ഒന്നല്ലല്ലോ. നേരായ കാര്യത്തിന് എന്നെ കാണാൻ വരുന്നവർ റിസപ്ഷനിൽ നിന്ന് ഫോൺ ചെയ്യും. അത് ഉണ്ടാവാത്തതുകൊണ്ട് ഏതോ ശത്രുവാണെന്ന് ഞാൻ കരുതി. ഏത് ശത്രു? എനിക്കിവിടെ നിറച്ച് ശത്രുക്കളാണ്. എല്ലാ ക്രിമിനൽസും എന്റെ ശത്രുക്കളാണ്. ഞാൻ സസ്പെൻഷനിലാണ് ഹരി. അതറിഞ്ഞോ? പക്ഷെ ഇങ്ങനത്തെ ശരീരം വെച്ചോണ്ട് നിന്റെ ഇടിക്കെന്തൊരു ശക്തിയാണടാ. ട്രെയിനിങ്, പോലീസ് ട്രെയിനിങ്. പണ്ട് കോളേജ് പഠിക്കുമ്പോ നമ്മൾ വോളിബോൾ കളിക്കാറില്ലേ? അപ്പോഴൊക്കെ നീ പറയാറുണ്ട് എന്റെ സ്മാഷിന് തീരെ പവറില്ലെന്ന്. വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്മാഷിന്റെ പവർ നീ തിരിച്ചറിഞ്ഞു. ചരിത്രത്തിന്റെ തിരിച്ചടിയാണിത്. എന്തായാലും നിന്നെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. എങ്ങനെ നീ ഇവിടെ എത്തി? അത് ഒക്കെ വിശദമായിട്ട് പറയാം.